സംശയരോഗങ്ങളാണ് പല വീടുകളിലെയും പ്രശ്നങ്ങൾക്ക് കാരണം. ഭാര്യയുടെ ഫോണിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചാലോ അസമയത്ത് വിളിച്ചാലോ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. കാലക്രമേണ ഉടലെടുക്കുന്ന കടുത്ത വൈരാഗ്യം ചിലരെ ഗുരുതര കുറ്റകൃത്യങ്ങളിലേക്കും നയിക്കാറുണ്ട്. കൊല്ലത്ത് ഭാര്യയുടെ ഫോണിലേക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചതിന് യുവാവിനെ വധിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ്. കൊല്ലം വെളിനല്ലൂർ സ്വദേശികളായ അൻസിൽ, ഫൈസൽ, കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മുഹമ്മദ് അസ്റുദ്ദീൻ എന്ന യുവാവ് ആക്രമിക്കപ്പെട്ടത്. ഒന്നാം പ്രതി അൻസിലിന്റെ നിർദ്ദേശപ്രകാരം ഫൈസൽ എന്ന യുവാവ് അസ്റുദ്ദീനെ ഫോണിൽ വിളിച്ചു വരുത്തുകയും ബുള്ളറ്റിൽ ആക്കൽ കമ്പനി മുക്കിൽ എത്തിക്കുകയും ചെയ്തു. ഈ സമയം കാറിലെത്തിയ അക്രമികൾ ബുള്ളറ്റ് തടഞ്ഞു നിർത്തുകയും യുവാവിനെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് അൻസൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് മുഹമ്മദ് അസ്റുദ്ദീന്റെ നെഞ്ചിലും ഇടതുതുടയിലും കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണശേഷം പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഓടിയെത്തിയ നാട്ടുകാരാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അൻസലിന്റെ ഭാര്യയുടെ ഫോണിലേക്ക് മുഹമ്മദ് അസ്റുദ്ദീൻ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചതിന്റെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്ത് പരിശോധന നടത്തിയ ചടയമംഗലം പോലീസ് CCTV ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര.